പ്രതീക്ഷിച്ച് പോയതേ അല്ല ഞാൻ അവിടെ കണ്ടത്. ഞാൻ ആദ്യമായിട്ടാണ് ക്രിസ്മസ് കാർണിവൽ കാണാൻ പോയത്. കലൂർ സ്റ്റേഡിയത്തിന്റെ ഗ്രൗണ്ടിലായിരുന്നു കേട്ടോ. ഞാൻ പ്രതീക്ഷിച്ച് പോയത് ക്രിസ്മസ് തീമിലുള്ള അല്ലെങ്കിൽ ക്രിസ്മസ് ഈ സീസണിന് പറ്റിയ എന്തെങ്കിലും ഐറ്റംസ് ഒക്കെ ആയിരിക്കും അവിടെ ഉണ്ടാവാന്ന് കരുതിയിട്ടാണ് ഞാൻ പോയത്. പക്ഷേ എൻ്റെ എക്സ്പെക്ടേഷൻസ് മീറ്റ് ചെയ്യാൻ മാത്രമുള്ള ക്രിസ്മസ് തീമിലുള്ള ഐറ്റംസ് ഒന്നും ഞാൻ അവിടെ കണ്ടില്ല. വളരെ കുറവായിരുന്നു ക്രിസ്മസിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഡെക്കോർ ഐറ്റംസും കാര്യങ്ങളൊക്കെ. അവിടെ കൂടുതലുണ്ടായിരുന്നത് ജ്വല്ലറീസും ഡ്രസ്സസും ബെഡ്ഷീറ്റും അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ആയിരുന്നു. അത് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും എന്തൊക്കെ ഐറ്റംസ് ആണ് അവിടെ കൂടുതലുണ്ടായിരുന്നെന്നുള്ളത്. എറണാകുളത്ത് ഞാൻ കുറേ നാളായി താമസിക്കുന്നുണ്ടെങ്കിലും ഇങ്ങനെയുള്ള പരിപാടികൾ കാണാൻ പോകൽ കുറവാണ്. ഇത് ആദ്യമായിട്ടാണ് പോകുന്നത് ഈ കാർണിവൽ കാണാൻ വേണ്ടിയിട്ട്. മേ ബി അതുകൊണ്ടായിരിക്കാം ഈ പരിപാടി ഇങ്ങനെ ആയിരിക്കും എനിക്ക് മനസ്സിലാവാണ്ടിരുന്നത്. ഒരുപാട് സ്റ്റോളുകൾ ഉണ്ടായിരുന്നു അവിടെ. ഡ്രസ്സസിൻ്റെയും ജ്വല്ലറീസിൻ്റെയും ബെഡ്ഷീറ്റിൻ്റെയും അങ്ങനെ ഒരുപാട് നമ്മുടെ ക്രിസ്മസ് തീമിലുള്ള ഐറ്റംസ് ഒക്കെ ഭയങ്കര കുറവായിരുന്നു. ഇങ്ങനെയുള്ള ഐറ്റംസ് ആണ് ഇവിടെ ഉണ്ടാവാന്ന് അറിഞ്ഞിരുന്നെങ്കിൽ സത്യമായിട്ട് ഞാൻ പോവില്ലായിരുന്നു. കാരണം ഇതിന് എൻട്രി ഫീസ് ഉണ്ടായിരുന്നു കേട്ടോ. എൻട്രി ഫീ ഉണ്ടെന്ന് അവിടെ ചെന്നപ്പോഴാണ് കേട്ടോ മനസ്സിലായത്. കയറണോ വേണ്ടെന്ന് ഞാനൊന്ന് ആലോചിച്ച് നിൽക്കണ നേരം കൊണ്ട് ചേട്ടൻ ഒരു ടിക്കറ്റ് എടുത്തു. പിന്നെ എന്താ ചെയ്യുക, കയറി തന്നെ അല്ലാണ്ട് വേറെ എന്താ ചെയ്യാൻ പറ്റുക. അതിൻ്റെ അകത്തോട്ട് കയറി കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചത് ഇത്രയും പൈസ കൊടുത്ത് ഈ സ്റ്റോളുകളൊക്കെ ഇവിടെ വന്ന് കാണേണ്ട കാര്യം ഉണ്ടായിരുന്നു എന്നാണ്. ഇതിൽ എത്ര രസമായിരുന്നു അറിയും. ഞാൻ പനമ്പള്ളിയിൽ പോയിട്ടുണ്ടായിരുന്നു ക്രിസ്മസ് വില്ലേജ് കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇത് ഇഷ്ടപ്പെടുന്ന ഒരു വിഭാഗം ആൾക്കാരും ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. കാരണം അത്രയും തിരക്കായിരുന്നു. ഇത് ഇങ്ങനെയാണ് ഈ ഒരു ഫംഗ്ഷൻ, ഈ ഒരു കാർണിവൽ ഉണ്ടാവുക എന്ന് അറിഞ്ഞിട്ട് അത് എക്സ്പീരിയൻസ് ചെയ്യാൻ വരുന്ന ഒരുപാട് ആൾക്കാരെ ഞാൻ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. നല്ല തിരക്കായിരുന്നു ഞാൻ പോയ ദിവസം. ഈ ലാസ്റ്റ് സൺഡേ, അത് ലാസ്റ്റ് ഡേ ആയിരുന്നു കാർണിവലിൻ്റെ. അപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു അതിൻ്റെ. ദെൻ അതുപോലെ തന്നെ ഐറ്റംസും അത്യാവശ്യം നല്ല ഐറ്റംസൊക്കെ തന്നെയാണ്. ക്വാളിറ്റി ഐറ്റംസ്, അത്യാവശ്യം റേറ്റ് ഒക്കെ ഉണ്ടായിരുന്നു ഈ ഐറ്റംസിന്. എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത് എനിക്കിതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. കാരണം 200 രൂപ ഒരാൾക്ക് ടിക്കറ്റ് ഫീസ് ഉണ്ടായിരുന്നു അവിടെ. അത്രയും കൊടുത്ത് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. ആ ഒരു വിഷമം മാറിയത് ഞങ്ങൾ സ്റ്റാളിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ ഗ്രൗണ്ടിലൊരു മ്യൂസിക് ബാൻഡിൻ്റെ പെർഫോമൻസ് ഉണ്ടായിരുന്നു. അത് കുറച്ച് നേരം കണ്ടുനിന്നപ്പോഴാണ് ഒരു ആശ്വാസമൊക്കെ കിട്ടിയത്, ഒരു സന്തോഷമൊക്കെ കിട്ടി.